మోగనలే నీనా జాలి తెలిసి నగుమో మోగనలే నీనా జాలి తెలిసి నను బ్రోవారాధా శ్రీ రఘువరని నగుమో नगराजा धरणीदु परिवारु लल्ला नगराजा धरणीदु परिवारु लल्ला ओगी बोधन जैसे वारलुगारे इदुलुंडु दुरानी नगुमो मुगन्नले निना जाली తెలిసి నగుమో ముగనలే నినా జాలి తెలిసి నను బ్రోవారాధా శ్రీ రఘువరని నగుమో ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. ഈ ഓട്ടത്തുള്ളൽ കാണുന്നതിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്രോപദേശക സമിതി ക്ഷണിക്കുകയാണ്. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിലെ കുംഭത്തിരുവാതിര മഹോത്സവത്തിന്റെ 7ാം ഉത്സവ ദിവസമായ ഇന്ന് വൈകിട്ട് 6:30 മുതൽ പ്രശസ്ത കലാകാരൻ ശ്രീ കലയൂരം രാധാകൃഷ്ണൻ പൊറ്റി ആൾ ഇന്ത്യ റേഡിയോ ഫെയിം പൊറ്റിയും സംഘവും കലകളിൽ അഗ്രഗണ്യമായ ഓട്ടത്തുള്ളൽ എന്ന കലാരൂപത്തിലൂടെ വെട്ടിക്കവല വാതുക്കൽ ഞാലിക്കുഞ്ഞിന്റെ ഐതിഹ്യം അവതരിപ്പിക്കുന്നു. വെട്ടിക്കവല മഹാക്ഷേത്രങ്ങളിലെ പ്രധാന ഉപദേവതയായ വാതുക്കൽ ഞാലിക്കുഞ്ഞിന്റെ ഐതിഹ്യത്തെ ആസ്പദമാക്കി കഴിഞ്ഞ 50 വർഷം മുമ്പ് വെട്ടിക്കവല ശ്രീ പി കെ സഹദേവൻ ജയിച്ച തുള്ളൽ കഥ ആദ്യമായി വേദിയിൽ അവതരിപ്പിക്കപ്പെടുകയാണ്. പി കെ സഹദേവന്റെ സ്മരണാർത്ഥം മകൻ രാജീവ് എസ് രാജീവ് നിവാസ് നൽകുന്നു. രാത്രി 7:30 മുതൽ കീഴോട്ട് ക്ഷേത്രത്തിൽ നിന്നും മേലോട്ട് ക്ഷേത്രത്തിലേക്ക് എന്നത് കൃഷ്ണകുമാർ ചൈത്രം കൂടിക്കോട്. ഓം നമഃ ശിവായ. 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 ഓം നമോ നാരായണ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമോ നാരായണ.
കോവിൽ ശ്രീ പാർവതിക്കും വൻപിച്ചുള്ളൊരു വിഘ്നം വിരവിനുടക്കിലും തീർത്തു രക്ഷിച്ചു വൻപേരും തമ്പുരാനെ സന്തതം കൈതൊഴുന്നേ വൻപേരും തമ്പുരാനെ ഓംകാരാത്മകമായ ജ്യോതിയുഷസ്സായി ഓംകാരപ്രിയയായ സാരസംഗീ സമ്പൂർണ്ണ വിദ്യാധരേ ഓംകാരധ്വനി സർവദാ രാഗമധുവായി ഓംകാരത്തിലമന്ന സർവജനനീ ജ്ഞാനാംബികേ അംബികേ കൈതൊഴാം ജ്ഞാനാംബികേ ഗുരുചരണാംബുജ യുഗളമുദാരം പരിചരണേന സുപൂജ്യരായ ഗുരുജനങ്ങളെ, ഏറ്റവും ബഹുമാനപ്പെട്ട ഭക്തജനങ്ങളെ, ആദരണീയരായ നാട്ടുകാരെ, പ്രിയമുള്ള കലാസ്നേഹികളെ, അമ്മമാരെ, സഹോദരിമാരെ, കൊച്ചു കുട്ടികളെ, പരിപാവനമായ സാക്ഷാൽ ദേവാദിദേവനായ തമ്പുരാൻ അധിവസിക്കുന്ന, അതോടൊപ്പം സാക്ഷാൽ നാരായണൻ അദ്ദേഹം താഴെ അധിവസിക്കുന്നു. ഇവരുടെ ഇക്കൊല്ലത്തെ കുംഭത്തിരുവാതിര തിരുവുത്സവത്തിൻ്റെ 7ാം ദിവസമായ ഇന്ന് ഈ സമയത്ത് ഇത്തരമൊരു ക്ഷേത്രകലാപരിപാടി എന്ന് വെച്ചാൽ കേരളീയ ക്ഷേത്രകലാപരിപാടിയായ ഓട്ടംതുള്ളൽ അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന സംപൂജ്യരായ സ്നേഹമതികളായ നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെയും സംഘത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്.
കൂടാതെ ഈ പരിപാടി അവതരിപ്പിക്കുവാൻ അവസരമൊരുക്കി തന്ന ഈ ക്ഷേത്രത്തിലെ ബഹുമാനപ്പെട്ട ഉത്സവ കമ്മിറ്റി ഭാരവാഹികൾ, ക്ഷേത്ര ഉപദേശ സമിതി ഭാരവാഹികൾ, കൂടാതെ ഇന്ന് ഈ പരിപാടി തമ്പുരാൻ്റെ പാതാരവിന്ദങ്ങളിൽ വഴിപാടായി സമർപ്പിക്കുന്ന എൻ്റെ ഏറ്റവും ബഹുമാന്യ സുഹൃത്ത് രാജീവൻ സാർ, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, കൂടാതെ ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് അധികാരികളോടും എല്ലാവരോടും തന്നെ എൻ്റെയും സംഘത്തിൻ്റെയും നന്ദിയും കടപ്പാടും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. തുള്ളൽ വേദികളിൽ എനിക്ക് തോന്നുന്നത് ഒരിക്കലും അവതരിപ്പിച്ചിട്ടില്ലാത്ത ഒരു കഥ, ഈ നാട്ടിൽ തന്നെ ഉളവായ ഒരു കഥ, ഇവിടെ അധിവസിക്കുന്ന ഒരു കൊച്ചു തമ്പുരാട്ടിയുടെ ദേവിയുടെ കഥ നിങ്ങളെയെല്ലാം അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയും ആശീർവാദത്തിന് വേണ്ടിയും തമ്പുരാൻ്റെ പാതാളബിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹവും പ്രോത്സാഹനവും ആശീർവാദവും ഉണ്ടാകണം എന്ന് പ്രത്യേകം അപേക്ഷിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവതരിപ്പിക്കുവാൻ കാരണമായ സംഗതി ഞാൻ വളരെ സമയം കുറച്ചെടുത്ത് പറയാം. ഇന്നിവിടെ ഈ പരിപാടി വഴിപാടായി സമർപ്പിക്കുന്ന പ്രിയ സുഹൃത്ത് രാജീവൻ സാർ, അദ്ദേഹത്തിൻ്റെ കൂടെ മറ്റൊരു മഹാൻ ശ്രീമാൻ ദിവാകരൻ മാഷ് വീട്ടിൽ വന്ന് രാജീവൻ സാർ പറയുകയുണ്ടായി, എൻ്റെ അച്ഛൻ മരിച്ചുപോയ സഹദേവൻ എന്ന വ്യക്തി ഒരു തുള്ളൽക്കഥ എഴുതിയിട്ടുണ്ട്. അതും കേദാരത്തിലെ കിടാവിളക്ക്, അതായിരുന്നു അതിൻ്റെ ഹെഡിങ്. ബ്രാക്കറ്റിൽ വാദത്തിനാലി കുഞ്ഞ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഒരു വിദ്യാഭ്യാസവും ഒട്ടും ഇല്ലാത്ത, പ്രത്യേകിച്ചും ഒരു അംഗവിഹീനൻ ഈ കഥ രചിച്ച് കുറച്ച് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതമുണ്ടായി. അവർ പറഞ്ഞതനുസരിച്ച് ഈ കഥ കുംഭമാസത്തിൽ വെട്ടിക്കവല്ല തമ്പുരാൻ്റെ തിരുവുത്സവത്തോടനുബന്ധിച്ച് അവതരിപ്പിക്കണം. അങ്ങനെ യുക്തമായ ഒരു ഡേറ്റ് എടുത്ത് ഈ കഥ ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. ആ മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ വിറ്റത്വത്തിനും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിനു മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഇന്ന് നമ്മൾ അനുസ്മരിക്കുകയാണ്. ഇത്രയും 50 വർഷം മുമ്പ് ഈ കഥ അദ്ദേഹം വെറും, അതും വലത്ത് കൈക്ക് സ്വാധീനമില്ലാത്ത വ്യക്തി എന്നോട് പറഞ്ഞു, വലത്ത് കൈ കൊണ്ട് എഴുതാൻ പറ്റില്ല, ഇടത്ത് കൈ കൊണ്ടാണ് എഴുതിയത് ഈ കഥ. ഈ വളരെ അത്ഭുതം തന്നെ. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരിക്കൽ കൂടി ശിരസ് നമിക്കുന്നു. കഥയെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, കാരണം വെട്ടിക്കവലക്കാരായ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്ന കഥയാണ്. തമ്പുരാട്ടി എങ്ങനെ ഇവിടെ വന്നു എങ്കിലും കൊച്ചു കുഞ്ഞുങ്ങൾ വളരെ ആകാംക്ഷഭരിതരായി നോക്കിയിരിക്കുകയാണ്. തമ്പുരാട്ടിയുടെ കഥ ചുരുക്കി പറയാം.